ചരിത്രത്തിന്റെ ഏടുകളിൽ നമ്മൾ എന്നും കേട്ടുപരിചയിച്ച വലിയൊരു വിജയമായി ആഘോഷിക്കപ്പെടുന്ന ഒന്നാണല്ലോ ഹുദൈബിയ സന്ധി. എന്നാൽ ആ സമാധാന കരാറിന് പിന്നിൽ വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില വൈരുദ്ധ്യങ്ങളും അമ്പരപ്പിക്കുന്ന നിഗൂഢതകളും ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ആത്മീയതയുടെയും ദൈവഭയത്തിന്റെയും പേരിൽ ഒപ്പിട്ട ഒരു കരാർ എങ്ങനെയാണ് വെറും 2 വർഷം കൊണ്ട് കാറ്റിൽ പറത്തപ്പെട്ടത്? പ്രവാചക മാതൃക എന്ന് നാം വിശ്വസിക്കുന്ന ആ ചരിത്ര നിമിഷങ്ങളെ വിശേഷബുദ്ധികൊണ്ട് ഒന്ന് പുനർചിന്തിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ നമുക്ക് ആ ചരിത്രത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് ഖുറൈശികളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുകയാണ്. 10 വർഷത്തേക്ക് യുദ്ധം പാടില്ല, സമാധാനം നിലനിൽക്കണം എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം. കരാർ എഴുതാൻ ഖുറൈശികളുടെ ഭാഗത്തുനിന്ന് വന്നത് സുഹൈൽ എന്ന വ്യക്തിയാണ്. കരാർ ഒപ്പിട്ട ആ നിമിഷം തന്നെ സുഹൈലിന്റെ മകൻ അബൂജന്തൽ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ മക്കയിൽ അനുഭവിച്ച മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷതേടി ചങ്ങലക്കെട്ടുകളുമായി പ്രവാചകസന്നിധിയിലേക്ക് ഓടിയെത്തി. എന്നാൽ കരാറിലെ നിബന്ധന പ്രകാരം അബൂജന്തലിനെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കണമായിരുന്നു. മുസ്ലിം സമൂഹമേ, എന്നെ നിങ്ങൾ വീണ്ടും ക്രൂരമായ മർദ്ദനങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണോ എന്ന് അദ്ദേഹം നിലവിളിച്ചു ചോദിച്ചപ്പോൾ മുസ്ലിങ്ങൾ ആകെ അസ്വസ്ഥരായി. പക്ഷേ മുഹമ്മദ് നബി അദ്ദേഹത്തോട് പറഞ്ഞത് അല്ലാഹുവിൽ വിശ്വസിച്ച് ക്ഷമിക്കാനാണ്. ദൈവത്തിന്റെ പേരിൽ ഒപ്പിട്ട കരാർ ലംഘിക്കാനാവില്ലെന്നും വഞ്ചന തങ്ങളുടെ രീതിയല്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. എത്ര മനോഹരമായ, ആരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന വാക്കുകളാണല്ലേ അത്! പ്രപഞ്ചനാഥനെ സാക്ഷിയാക്കിയെടുത്ത ആ പ്രതിജ്ഞ പിന്നീട് ലംഘിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സാക്ഷി ഒന്ന് മന്ത്രിക്കുന്നത്. ഈ കരാർ നിലനിൽക്കെ തന്നെയാണ് അബൂബസീർ എന്ന മറ്റൊരാൾ മക്കയിൽ നിന്ന് മദീനയിലെത്തുന്നത്. കരാർ പ്രകാരം അദ്ദേഹത്തെയും തിരിച്ചയക്കാൻ പ്രവാചകൻ ഉത്തരവിട്ടു. എന്നാൽ മക്കയിലേക്കുള്ള യാത്രാമധ്യേ അബൂബസീർ തന്നെ കൊണ്ടുപോയ ഖുറൈശി പ്രതിനിധിയെ ചതിയിലൂടെ കൊലപ്പെടുത്തി. രക്തം പുരണ്ട വാളുമായി അദ്ദേഹം വീണ്ടും പ്രവാചകന്റെ മുന്നിലെത്തി. ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. ദൈവനാമത്തിൽ കരാർ ഒപ്പിട്ട ഒരാൾ എങ്ങനെയാണ് ഈ കൊലപാതകത്തെ നേരിട്ടത്? അബൂബസീറിന്റെ ഈ പ്രവൃത്തിയിൽ നബിമതിപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെപ്പോലെ കൂടുതൽ ആളുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയുമാണ് ചെയ്തത്. അബൂബസീർ പിന്നീട് സിറിയൻ വ്യാപാര പാതയിലുള്ള ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് ഖുറൈശികളുടെ കച്ചവട സംഘങ്ങളെ തുടർച്ചയായി ആക്രമിക്കാൻ തുടങ്ങി. വഴിയിലൂടെ പോകുന്ന ഒരു ഖുറൈശിയെപ്പോലും അവർ വെറുതെ വിട്ടില്ല. ഈ ആക്രമങ്ങൾക്കെല്ലാം പ്രവാചകന്റെ പരോക്ഷമായ പിന്തുണയും ആശീർവാദവും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം പറയുമ്പോൾ ഇതിലെവിടെയാണ് നാം പഠിച്ച ആത്മീയതയും സത്യസന്ധതയുമുള്ളത്? ഈ ആക്രമങ്ങൾ സഹിക്കവയ്യാതെ ഖുറൈശികൾ അവസാനം പ്രവാചകന്റെ കാലുപിടിക്കുന്ന അവസ്ഥയിലെത്തി. തങ്ങളുടെ വ്യാപാരവും ജീവനും രക്ഷിക്കാൻ മക്കയിലുള്ള മുസ്ലിങ്ങളെ മദീനയിലേക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് അവർക്ക് അപേക്ഷിക്കേണ്ടി വന്നു. 10 വർഷത്തേക്ക് എഴുതപ്പെട്ട ആ സമാധാന കരാർ വെറും 2 വർഷം കൊണ്ടില്ലാതായി. 1400 പേരുമായി സന്ധിക്ക് വന്നവർ 2 വർഷം തികയും മുൻപേ 10,000-കണക്കിന് സൈനികരുമായി മക്ക കീഴടക്കാനെത്തി. യഥാർത്ഥത്തിൽ ഇതൊരു സമാധാന കരാറായിരുന്നോ, അതോ ശത്രുക്കളെ മണ്ടന്മാരാക്കാൻ മെനഞ്ഞെടുത്ത ഒരു രാഷ്ട്രീയ കുതന്ത്രമായിരുന്നോ? ദൈവത്തെ സാക്ഷിയാക്കി ഒപ്പിട്ട കരാറിന് പുല്ലുവില നൽകി മക്ക കീഴടക്കാൻ ഉപയോഗിച്ച ഒരു മറ മാത്രമായിരുന്നു ഹുദൈബിയ. മനുഷ്യത്വം എന്നത് ഏതൊരു മതത്തിനും ആത്മീയതയ്ക്കും മുകളിലാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഈ ചരിത്രം നൽകുന്ന പാഠം മറ്റൊന്നാണ്. സത്യവും നീതിയും സമാധാനവും വെറും പ്രസംഗങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി അധികാരത്തിനുവേണ്ടി കരാറുകൾ ലംഘിക്കുന്നതിനെ എങ്ങനെയാണ് നമുക്ക് മാതൃകയാക്കാൻ കഴിയുക? കണ്ണടച്ച് വിശ്വസിക്കുന്നതിന് പകരം നൽകപ്പെട്ട വിശേഷബുദ്ധി ഉപയോഗിച്ച് ഈ ചരിത്രത്തെ ഒന്ന് നോക്കിക്കാണൂ. മനുഷ്യത്വം നിറഞ്ഞ സമാധാനമുള്ള ഒരു നാളേക്കായി നമുക്ക് സത്യസന്ധമായി ചിന്തിച്ചു തുടങ്ങാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ദൃഷ്ടാന്തം കിട്ടിയവർ ചിന്തിക്കട്ടെ.